സർ, ഒരു മിനിറ്റ്. എനിക്കറിയാം ഇവിടെ നടന്ന ആക്ഷന് റിയാക്ഷൻ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം. ഈ നിൽക്കുന്ന ആളുകളുടെ മുഖത്തുള്ള റിയാക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം എന്നെ വെറുതെ വിടില്ല എന്ന്. ഇപ്പം നിങ്ങൾ എന്നെ വെറുതെ വിട്ടാലും പിന്നീട് നിങ്ങൾ എന്നെ കൊല്ലാൻ വരുമെന്ന് എനിക്കറിയാം. നീ ഊഹിച്ചത് വളരെ ശരിയാണ്. പക്ഷെ മരിക്കുന്നത് നീയല്ല, നിന്റെ ചേട്ടത്തി. ഞാൻ തല്ലിയതിന് അവരെന്ത് പഴിച്ചു? നിന്റെ തെറ്റിനുള്ള ശിക്ഷ അവളുടെ മരണം മാത്രമാണ്. അതുമൂലം നീ അനുഭവിക്കുന്ന വേദനയാ എന്റെ ജയം. ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞു ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണ്, കുടുംബത്തോട് സെന്റിമെന്റ്സ് ഉള്ള ആളുകളാണെന്നൊക്കെ. അത് കറക്റ്റാണ്. പക്ഷേ ഈ കാര്യത്തിന് വേറൊരു ആംഗിൾ കൂടിയുണ്ട്. പ്രോബ്ലം ആവുന്നതിന് മുമ്പ് പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ പ്രിപ്പയർഡ് ആവുന്നതാണ് നിനക്ക് നല്ലത്. 2 രൂപ ഉള്ളിക്ക് കൂടുമെന്ന് പറഞ്ഞാൽ 4 കിലോ വാങ്ങി വെക്കുന്നവരാ ഞങ്ങൾ. എങ്ങോട്ടെങ്കിലും പോകുന്നതിന് 4 മാസം മുൻപേ ടിക്കറ്റ് എടുത്ത് വെക്കുന്നവർ. 50 പൈസ പെട്രോളിന് കൂടുമെന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി പെട്രോൾ പമ്പിൽ പോയി 1/2 കിലോമീറ്റർ ക്യൂ നിൽക്കുന്നവരാ ഞങ്ങൾ. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഇത്രയും ശ്രദ്ധിക്കുന്ന ഞങ്ങൾ സ്വന്തം ഫാമിലിയുടെ കാര്യം വരുമ്പോൾ എത്ര ശ്രദ്ധിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. എനിക്കറിയാം നീ നിന്റെ പ്ലാനിൽ നിന്ന് പുറകോട്ട് പോവില്ല എന്ന്. നീ കൊല്ലാൻ ശ്രമിക്കുമെന്ന്. നീ ട്രൈ ചെയ്യ്, ഞാൻ രക്ഷിക്കാനും ശ്രമിക്കാം. രക്ഷിക്കാൻ ശ്രമിക്കാന്നോ? എത്ര ദിവസം നിന്നെ കൊണ്ട് അതിന് സാധിക്കും? നീ പറ, നമുക്കൊരു ടൈം ഫിക്സ് ചെയ്യാം. ശരി, ഞാൻ നിനക്ക് 20 ദിവസത്തെ സമയം തരാം. നിനക്ക് അത്രയും ദിവസം വേണം? എങ്കിൽ 10 ദിവസം. ഡീൽ. ഡീൽ. ഇന്നേക്ക് 10 ദിവസത്തിനകം നിന്റെ ചേട്ടത്തി മരിച്ചാൽ ഞാൻ ജയിക്കും. അതിനുശേഷവും അവൾ ജീവിച്ചിരുന്നാൽ എന്നേക്കുമായി ഞാൻ നിന്നോട് ക്ഷമിക്കും. എന്നെ കൊല്ലുവോ? എന്നെ? ഈ മാസം 20-ാം തീയതി നല്ല മുഹൂർത്തമുണ്ട്. അന്നായല്ലോ. മുഹൂർത്തോ? എന്തിന്? നമ്മുടെ കല്യാണത്തിന്. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോ രക്ഷപ്പെട്ടു എന്ന് കരുതിയോ? ഞാൻ അച്ഛനോട് നമ്മുടെ കാര്യം പറഞ്ഞു. വന്നിട്ടുണ്ട് ചേച്ചിയോട് സംസാരിക്കാൻ. വാ. ആരെങ്കിലും ഒരു മരം വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വല്ല തെങ്ങോ പ്ലാവോ വെച്ച് പിടിപ്പിക്കും, അല്ലാതെ പാഴ്മരം വെച്ച് പിടിപ്പിക്കുവോ? ആളുകളൊക്കെ എന്തെങ്കിലും വേലയും കൂലിയുമുള്ള ഒരു മരുമകനെയാണ് പ്രതീക്ഷിക്കുന്നത്, ഒരു ജോലിയും ഇല്ലാത്തവനെയല്ല. എല്ലാ അച്ഛന്മാരും കാര്യത്തോടെ എടുക്കുമ്പോ ഇങ്ങനെ. നീ പേടിക്കണ്ട കേട്ടോ. ഇനി അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും ചേച്ചി സമ്മതിച്ചില്ലെങ്കിലും നീ തന്നെ വേണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ മതി.